വിവരം എഴുതി അറിയിച്ചിരുന്നെങ്കിൽ സ്റ്റേഷൻ വണ്ടി അയക്കാമായിരുന്നല്ലോ. യാത്ര പെട്ടെന്നാണ് നിശ്ചയിച്ചത്, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. അമ്മേ, ഡാഡി 2 ആഴ്ചയായി പോയിട്ട് മദ്രാസിലായിരിക്കും. എനിക്കൊന്ന് കുളിക്കണം. ചൂടുവെള്ളം വേണോ ഫാദർ? വേണ്ട, പച്ചവെള്ളം മതി. ശരീരമെങ്കിലും തണക്കട്ടെ. What happened to Shirley? നീ എന്താ ഒന്നും കഴിക്കാത്തത്? എനിക്ക് നല്ല വിശപ്പില്ല ഫാദർ. അമ്മയ്ക്കും വിശപ്പില്ലെന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചതല്ല. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? ഡാഡിയാണോ? ഞാൻ ഷെർലി. ഫാദർ വന്നിട്ടുണ്ട്. എപ്പോ? ഇന്ന് രാവിലെ. ഡാഡിയാണ്. ഹലോ, ഞാൻ ജെയിംസ് ഊട്ടി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് കാണാൻ വന്നതാണ്. ഡാഡി ഒന്ന് വരുമോ? ഞാൻ രാത്രിത്തെ ഫ്ലൈറ്റിന് വരാം. ഓക്കെ ഡാഡി. അമ്മേ, ഡാഡി നൈറ്റ് ഫ്ലൈറ്റിന് വരുന്നുണ്ട്. വണ്ടി അയക്കണം. ശരി. അപ്പന്റെ ജൂനിയർ അഡ്വക്കേറ്റ് മിസ്റ്റർ രാമകൃഷ്ണൻ എനിക്ക് അയച്ചൊരു കത്താണ്. നിയന്ത്രിക്കാനോ തിരുത്താനോ ആരുമില്ലാതെ പോയി. അതുകൊണ്ട് വന്ന കുഴപ്പങ്ങളാ. ഏതായാലും ശങ്കരപ്പിള്ളച്ചേട്ടൻ വിവരത്തിന് കത്തെഴുതിയതിന് നന്ദി. അതെന്റെ കടമയാണ് കുഞ്ഞെ. ഏതായാലും അപ്പനും വരുന്നുണ്ടല്ലോ. എല്ലാവരും കൂടി ഇരുന്ന് തെറ്റുകൾ തിരുത്തുക. വിഷ്ണു എവിടെ? അവൻ രാവിലെ ഇറങ്ങിപ്പോകും. രാത്രി ആയാലേ മടങ്ങി വരൂ. അവൻ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കുഞ്ഞെ. ശങ്കരപ്പിള്ളച്ചേട്ടൻ സമാധാനമായിരിക്കൂ. എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിച്ചു തരും. വൈദിക വൃത്തിക്കായി ഞാൻ ഇവിടെ ഒന്ന് പോകുമ്പോൾ ഈ വീടിനെപ്പറ്റി എനിക്കൊരു ഉത്കണ്ഠയുമില്ലായിരുന്നു. വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള 3 പേര് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസമായിരുന്നു എന്റെ ആത്മബലം. പക്ഷേ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പലതും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഷെർലി, നിന്റെ മനസ്സിനണങ്ങുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. ജാതിയും മതവും ഒന്നും അതിൽ പ്രശ്നമേ അല്ല. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് നിന്റെ സുഖവും ദുഃഖവും പങ്കിട്ട് അനുഭവിക്കാനുള്ള ഒരു ഭർത്താവിനെ ആയിരിക്കണം. Tell me, Shirley, do you love Vishnu? No, father. I hate him. I hate him. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഞാൻ അവനെ സ്നേഹിച്ചു ഫാദർ. അവൻ എന്നെ ചതിച്ചു. ഫാദറിനറിയാമോ, ജീവിച്ചിരിക്കുന്ന ഒരു ശവമാണ് ഞാൻ ഈ വീട്ടിൽ. അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ണാനും ഉടുക്കാനും കുറവില്ലെങ്കിലും ഒരു ഭാര്യയുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെട്ടതിന്റെ പേരിൽ മനസ്സ് നേറി കഴിയുകയാണ് അമ്മയെന്നും എനിക്കറിയാം. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ സഹിച്ചു. ഒടുവിൽ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. എന്നാലും അമ്മേ, ഒരു കാര്യം മറക്കരുത്. കുടുംബത്തിന്റെ കടാവിളക്കാണ് സ്ത്രീ. എണ്ണ ഒഴിക്കാതെ ഒരു വിളക്കും കത്തില്ല ഫാദർ. ശരിയാണ്, എണ്ണ ഒഴിക്കാതെ ഒരു വിളക്കും കത്തില്ല. ഈ വീട്ടിൽ നിന്ന് ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ നിന്ന് നമുക്ക് മോചനം നേടണം അമ്മേ. വെളിച്ചത്തിലേക്ക്. വെളിച്ചത്തെക്കാൾ ഈ ഇരുട്ടാണ് ഇന്ന് എനിക്ക് ആശ്വാസം തരുന്നത്. അമ്മേ, എനിക്കിത് തിരുത്താൻ കഴിയില്ല ഫാദർ. അതിനായി എന്നെ ഉപദേശിക്കണ്ട.
വിഷ്ണു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടൊരു പരിധിവരെ ഇതിന് ഉത്തരവാദി ഞാനാണ്. മനുഷ്യൻ ബലഹീനനാണ്, തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ അത് തിരുത്തുകയും ആവർത്തിക്കാതിരിക്കുകയുമാണ് വേണ്ടത്. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വിഷ്ണു എന്നെ സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ ഫാദർ. പറയാൻ എനിക്ക് അർഹതയില്ല, എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്. വിഷ്ണു തൽക്കാലം ഇവിടുന്ന് പോണം. പോവാം ഫാദർ. വിഷ്ണു, നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ വിഷ്ണു. സാർ, വീടെത്തി. Leave me. I am on my heels. ഫാദർ, ആ പോകുന്ന ഡാഡി എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാമോ? ഏതോ ഒരു അഭിസാരിയുടെ വീട്ടിൽ നിന്ന്. ആ മനുഷ്യനെ ആദ്യം തീർത്ത്. Yes, come in. മോനെ, ഡാഡിക്ക് തെറ്റ് പറ്റിപ്പോയി. എനിക്ക് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ. ഡാഡി, എന്റെ കടമകൾ മറന്ന് ഒരു പേപ്പട്ടിയെ പോലെ ഞാൻ ഓടുകയായിരുന്നു. എല്ലാവരെയും ഞാൻ നൊമ്പരപ്പെടുത്തി. നേടിയതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. ദൈവം പോലും എന്നോട് പൊറുക്കില്ല പോലെ, പൊറുക്കില്ല. ഡാഡി, ഡോണ്ട് ബി എമോഷണൽ. സമാധാനമായിരിക്കൂ, സമാധാനമായിരിക്കൂ. ഐ വാണ്ട് ടു കൺഫെസ്. ഡാഡി, പ്ലീസ്. ഒരപ്പൻ മകനോട് അപേക്ഷിക്കുകയല്ല, ഒരു പാപിയായ മനുഷ്യൻ വൈദികനോട് അപേക്ഷിക്കുകയാണ്. ഐ വാണ്ട് ടു കൺഫെസ്, പ്ലീസ്. കം.
കൊലപാതകത്തിന് ഒരു പ്രായശ്ചിത്തമേ ഉള്ളൂ. നിയമത്തിന് കീഴടങ്ങുക. സറണ്ടർ ടു പോലീസ്. പ്രിയ ആലീസിനും മോനും മോൾക്കും ഇനി ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരു മഹാപാപിയായതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഒരു കുടുംബനാഥൻ എന്ന നിലയിലുള്ള എൻ്റെ കടമകൾ ഞാൻ അവഗണിച്ചു. എല്ലാവരെയും ഞാൻ നൊമ്പരപ്പെടുത്തി. മാപ്പ് പറയാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ ജീവിതം എല്ലാ കുടുംബനായകന്മാർക്കും ഒരു പാഠമായിരിക്കട്ടെ. അമ്മയെയും ഷെർലിയെയും ഞാൻ മോന്റെ കയ്യിൽ ഫലമേൽപ്പിക്കും. നല്ലവനായ നിന്റെ കൈകളിൽ അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തു വില കൊടുത്തും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നീ വീണ്ടെടുക്കുക. എന്റെ തെറ്റുകൾക്ക് ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. ഡാഡി, കരയരുതമ്മേ. ഇതൊക്കെ ദൈവനിശ്ചയമാണ്. കഴിഞ്ഞതെല്ലാം മറക്കുക. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. ആൻഡി, 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 ഞാൻ വിഷ്ണുവാണ്. ആൻഡിയെ ഒന്ന് കാണാൻ വന്നാണ്. ആന്റിക്ക് എന്നെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോവാണ്. ഞാൻ ആന്റിയെ ഒന്ന് കണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്നാണ്. എവിടെയായിരുന്നു വിഷ്ണു? ഞാൻ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞു. മനസ്സിനെ എത്ര അടക്കിയിട്ടും അടങ്ങിയില്ല. അതുകൊണ്ട് വന്നു, കണ്ടു. ഇനി ഞാൻ പോവുകയാണ്. എങ്ങോട്ട് പോന്നു? എനിക്കറിയില്ല ആന്റി. ഞാനും നിന്റെ കൂടെ വരുന്നു. ആന്റി വേണ്ട. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അയ്യോ ആന്റി വേണ്ട. ആന്റിയുടെ വീട്, ആന്റിയുടെ മകൾ തെറ്റാണ്. തെറ്റാണ് ആന്റി. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്റെ കൂടെ വരികയാണ്. ഒരു ശക്തിക്ക് നമ്മളെ തിരിച്ചാനാവില്ല. വിഷ്ണു, ആന്റി
അവിവേകം കാണിക്കരുത്. Go back to your home. No, ഞാൻ വിഷ്ണുവിടെ ഒന്നിച്ച് പോകുക. ആരെ കണ്ടാലും ഞാൻ പോകും. ഇന്നലെ വരെ ഈ വീട്ടിൽ നടന്ന തെറ്റുകൾ ഈ മതിൽക്കെട്ടിനകത്ത് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. നാളെ ആ തെറ്റി പടി കടന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. മടങ്ങിപ്പോകൂ. പോകാൻ. ഇനി ഒരു ശക്തിക്ക് എന്നെ തടയാനാവില്ല. വരൂ വിഷ്ണു. I say stop there. No, വരൂ വിഷ്ണു. Your mummy is hurry. മമ്മി പോകരുത്. മമ്മി പോയാൽ എനിക്ക് അറിയില്ല. ഞാൻ നിന്നെ വിടില്ല. ഞാൻ നിന്നെ വിടില്ല. മമ്മി എന്നെ വിടില്ല. മമ്മി പോകരുത്. വിഷ്ണു. മമ്മി. Lord, forgive me. മമ്മി. മമ്മി. ഫാദർ വന്നിട്ടുണ്ട്.